യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഏട്ടൻ പറഞ്ഞതുപോലെ അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അവളെ ഏട്ടനെങ്കിലും കോണ്ടാക്ട് ചെയ്യേണ്ടതല്ലേ? അത് ഞാനും ആലോചിക്കാതെയില്ല. ഒരു പക്ഷേ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടുമെന്നറിഞ്ഞ് പേടിച്ചിരിക്കുകയാണെങ്കിലോ? സാക്ഷി കൊല്ലപ്പെട്ട പകയിൽ അവളുടെ ആളുകൾ അവളെ വെറുതെ വിടില്ല എന്ന് പേടിച്ച് അവൾ മറിഞ്ഞിരിക്കുകയാണെങ്കിലോ ശങ്കരെ? അന്ന് രാത്രി സാക്ഷി ആ വീട്ടിലേക്ക് അനുവിനെ ഇല്ലാതാക്കാൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ഉറപ്പാ. അവിചാരിതമായി സാക്ഷി കൊല്ലപ്പെട്ടപ്പോൾ താനും കൊല്ലപ്പെടുമെന്നുള്ള തോന്നലിൽ അവള് മാറി നിൽക്കുന്നതാണെങ്കിലോ? പക്ഷേ ഏട്ടാ, ആ ഉടുപ്പ് അതൊരു പക്ഷേ അർജുൻ തന്നെ മനഃപൂർവ്വം വെച്ചതായിരിക്കില്ലേ? സ്വന്തം ഭാര്യക്കെതിരായിട്ട് അർജുൻ അത് ചെയ്യുമോ ഏട്ടാ? അതൊരു വക്കീൽ ബുദ്ധി ആയിക്കൂടെ? ജീവിച്ചിരിക്കുന്ന ഒരാൾ താൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വന്നാൽ തനിയെ വെളിയിൽ വരുമെന്ന് കരുതി അർജുനും പൂജയും കൂടി മനഃപൂർവ്വം കളിച്ചതായിക്കൂടെ? അപ്പൊ എന്നെ സംശയമൊന്നുമില്ല. എന്താ അങ്ങനെ ആയിക്കൂടെ? എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ഏട്ടാ. പക്ഷേ അനു ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അവൾ എങ്ങനെയെങ്കിലും ഏട്ടനെ കോണ്ടാക്ട് ചെയ്യേണ്ടതല്ലേ? ഇതുവരെ അത് ചെയ്യാത്തതുകൊണ്ട് ഏട്ടന് അവളോടുള്ള അടുപ്പം അവള് തിരിച്ചറിയുന്നില്ല എന്നല്ലേ അർത്ഥം? അല്ല, നമ്മൾ പണ്ട് സംശയിച്ചതുപോലെ അവള് നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ള ആളല്ല എന്ന് വരുവോ? സാക്ഷിയെ പോലുള്ള ആളുകളുമായുള്ള അവളുടെ കോണ്ടാക്റ്റും പഴയ തേജാവധ കേസുമായിട്ട് വെച്ച് നോക്കുമ്പോ അവള് ഏട്ടന്റെ മകളായിട്ട് വേഷം കെട്ടി വന്നതാകുമോ? അല്ല, സ്വന്തം കണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ല ഇത്. ഏട്ടനൊരു കുഴപ്പവും പറ്റരുത്, അതേ എനിക്ക് ആഗ്രഹവും. നിനക്കെന്നോടുള്ള സ്നേഹമൊക്കെ മനസ്സിലാവുന്നുണ്ട് ശങ്കരെ. അനുവിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ അതുകൊണ്ട് അവള് മകളെല്ലാം തള്ളിക്കളയാൻ മാത്രം ക്രൂരനായ ഒരു അച്ഛനല്ല ഞാൻ. ഇനി അവൾക്ക് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നീയൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്തതാ. അവളുടെ സ്വഭാവത്തിൽ അനാവശ്യമായിട്ടുള്ള വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് നീ തന്നെ. ഇനിയെങ്കിലും അവളെ നല്ലൊരു മകളായിട്ട് വളർത്തണം. അവളുടെ നല്ല അച്ഛനായിട്ട് എനിക്ക് ജീവിക്കണം. അപ്പോ അനു തിരിച്ചു വരുമെന്നാണോ ഏട്ടൻ പറയുന്നത്? 100%. അർജുൻ അവള് വരാൻ വേണ്ടി തന്നെ ഒരുക്കിയൊരു ട്രാപ്പാണിത്. അവളെ പുറത്തു കൊണ്ടുവന്ന് അവളുടെ തലയിൽ സാക്ഷിയുടെ മരണം കെട്ടിവെച്ച് ജയിലിലടയ്ക്കാനാണ് അവന്റെ നീക്കം. അതിന് വെച്ച വെള്ളം അവനങ്ങ് വാങ്ങിവെച്ചാ മതി. ജയിലിൽ കിടക്കാൻ പോകുന്നത് പൂജയാണോ അനുവാണോന്ന് ഇനി അവൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഏട്ടൻ ഇത്ര സ്ട്രോങ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണ്? എന്തെങ്കിലും സൂചന കിട്ടി കാണുമോ? ഇനിയും പ്രിയ ഏട്ടനൊക്കെ ചേർന്ന് എന്നെ പറ്റിക്കുവാണോ?
ഇതെന്താ ജോർജ് കുട്ടി, ആർക്കും ഒരു പരിചയമില്ലല്ലോ. പക്ഷെ ഇൻഫർമേഷൻ അനുസരിച്ച് ഈ പരിസരത്താ കാണേണ്ടത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ആളുകൾ താമസിക്കുന്ന സ്ഥലം അടുത്തെങ്ങുമില്ല. എന്തായാലും ഇത് അവിടെയൊക്കെ ഒന്നോട് ചോദിച്ചേക്കാം. എന്തായാലും വിവരം കിട്ടിയാലോ. താൻ വാ. ചേച്ചി, ഈ മല്ലിക എന്ന് പേരുള്ളൊരു സ്ത്രീ അറിയാമോ? മല്ലിക എന്ന് പേരുള്ള എത്രയോ പേരുണ്ട് മോനെ. അതല്ല ചേച്ചി, ഈ പരിസരത്ത് എവിടെയെങ്കിലും അങ്ങനെ സ്ത്രീ ഉണ്ടോ? കുപ്പുസ്വാമി എന്നാ ഭർത്താവിന്റെ പേര്. ആളിച്ചിരി തണ്ണിയായിരുന്നു. ഒരിക്കലും ശല്യം സഹിക്കാൻ വയ്യാതെ ഈ മല്ലിക കുട്ടിയുമായി തിരുവനന്തപുരത്തുള്ള ഒരു അനാഥാശ്രമത്തിൽ പോയി താമസിക്കുകയായിരുന്നു. എന്റെ കൂടെ കുറച്ചു കാലം ടിക്കറ്റ് വിൽക്കാൻ ഒരു മല്ലിക ഉണ്ടായിരുന്നു. ചിലരവളെ മല്ലിന്ന് വിളിക്കും. അപ്പോ ആള് ഞങ്ങൾ ഉദ്ദേശിച്ച തന്നെയാ. പറ, എവിടെ ഉണ്ട്? മോനെ, ഇന്ന് രാവിലെ തൊട്ടുള്ള ഇരിപ്പ. ഒരു ടിക്കറ്റ് പോലും വിറ്റിട്ടില്ല. നാളത്തെ ഭാഗ്യവാ. ഒരു 10 ടിക്കറ്റ് എടുക്കുവോ? ശരി ചേച്ചി, ആളെവിടെ ഉണ്ടെന്ന് പറ. 10 പകരം 15 ടിക്കറ്റ് എടുത്തോളാം. വാടോ. ചേച്ചി, അത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അവരെ ഇങ്ങ് ഇറക്കി വിട്ടാ ഞങ്ങക്ക് വേഗം അങ്ങ് പോവായിരുന്നു. ഇറക്കി വിടുകയെ? ആരെ? ആ, മല്ലികേച്ചി ഒന്ന് പതറി. അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് കാര്യവും മനസ്സിലായി. ആ പ്രിയോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നതാ ചേച്ചിക്ക് നല്ലത്. പ്രിയയോ? നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? ചേച്ചി, ഞങ്ങൾ വഴക്കുണ്ടാക്കാനോ ബഹളം വയ്ക്കാനോ വന്നവരല്ല. പക്ഷെ നിങ്ങളായിട്ട് അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറി കൊണ്ടുപോകേണ്ടി വരും. ഓഹോ, ഭീഷണിയാണോ? എന്നാ പിന്നെ വീട്ടിലോട്ടൊന്ന് കേറി നോക്ക്. കാല് ഞാൻ വിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. നാട്ടുകാരെ ഓടി വായോ. ഇവിടെ പട്ടാപ്പകല് വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നേ. നാട്ടുകാരെ ഓടി വായോ. നാട്ടുകാരെ. എന്നാ പിന്നെ നമുക്ക് അങ്ങ് പോയേക്കാം. ഞങ്ങൾ ചെന്നിട്ടേ കാവലെ നിൽക്കുന്ന ആ പോലീസ് ജീപ്പ് ഇങ്ങോട്ട് അയക്കാം. ഇറങ്ങി വരാൻ ഇങ്ങോട്ടാണല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുവന്നു? നടക്കങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് വാ. വരാൻ വാ ഇങ്ങോട്ട്. എന്നെ വിടെ. പ്രിയ, നീ എന്നെ എവിടെ കൊണ്ടുവന്നു? നടക്കം. പറഞ്ഞില്ലേ ഇരിക്കാൻ. പ്രിയ, വീണ്ടരുത്. കൈ കെട്ടരുത്. പ്രിയ, വിടാനല്ലേ പറഞ്ഞത്? എന്നെ എവിടേക്കാ കൊണ്ടുവന്നത്? പ്രിയ, എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നത്? എന്നെ വിടാൻ പറഞ്ഞില്ലേ? അയ്യോ, അടിക്കണം. അയ്യോ, ശങ്കറെ, നീ എന്നെ ചതിച്ചു. പ്രിയ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമായിരുന്നു. സേനാപതി, നിങ്ങളായിരുന്നോ?
സേനാപതി, എന്നോട് ഇത് വേണ്ടായിരുന്നു. നിങ്ങൾ എന്തിനായി ചതി ചെയ്തത്? എന്റെ മുഖം മൂടി ഒന്ന് മാറ്റ്, ഞാൻ നിങ്ങളെ ഒന്ന് കാണട്ടെ. സേനാപതി, എന്നെ തല്ലരുത് പ്ലീസ്. സേനാപതി, അയ്യോ അയ്യോ അയ്യോ. പ്രിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ എന്നെ ചതിച്ചു. വിശ്വാസവഞ്ചന കാണിച്ച നിനക്കിനി ജീവിച്ചിരിക്കാൻ അർഹതയില്ലടാ. യവനെ അങ്ങ് കൊന്നേക്ക്. ഞാൻ ചതിച്ചിട്ടില്ല സേനാപതി, എന്നെ അഴിച്ചുവിട്. ഞാൻ എല്ലാം പറയാം സേനാപതി, പ്ലീസ്, ഞാൻ എല്ലാം പറയാം. ആ കട്ടിംഗ് മെഷീൻ എടുക്ക്. ആദ്യം ഇവന്റെ നാവറക്കണം. ഇവൻ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിയാ. എന്റെ പൊന്നു സഹോദര, പ്ലീസ് എന്നെ കൊല്ലരുത്. സേനാപതി, പ്രിയ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്ലീസ് സേനാപതി, ഇത്ര ക്രൂരമായിട്ട് എന്നോട് പെരുമാറരുത്. പ്ലീസ് സേനാപതി. സാക്ഷി മരിച്ചതിന് ശേഷം പ്രിയ ഞാൻ കാണുന്നത് ഇന്നലെയാ. അവൾ എന്നെ തേടി വന്നതാ, അല്ലാതെ എനിക്ക് ഒരു വിവരവും അറിയില്ല സേനാപതി. സേനാപതി, എന്റെ ഫോൺ പോക്കറ്റിലുണ്ട്, അതെടുത്ത് നോക്ക്. പ്രിയയെ ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോന്ന് എടുത്ത് നോക്ക്. അടങ്ങിയിരിക്കണം അവിടെ. ശങ്കറെ, നിന്റെ കള്ളക്കളിയൊന്നും എന്നോട് വേണ്ട. പ്രിയെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? സത്യം പറ. ലാസ്റ്റ് ചാൻസ്. സാറിനെ ഒന്നും ചോദിക്കണ്ട. ഇവന്റെ കഴുത്തിനകത്ത് ഇവിടെ കെട്ടി തൂക്കാം. അയ്യോ എന്റെ പൊന്നു സേനാപതി, ഇരിക്കണം അവിടെ. എന്നെ ഒന്നും ചെയ്യരുത്. പ്രിയ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ അയ്യോ അയ്യോ, അയ്യോ. ഞാൻ സത്യം പറയാം, സത്യം പറയാം. അയ്യോ, ഇനി നീ ഒന്നും പറയണ്ട. നിന്റെ ജീവിതം ഇവിടെ തീരാൻ പോവുകയാണ്. ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവുക. അയ്യോ, സാക്ഷിയെ സംഘത്തെയും അർജുന്റെ വീട്ടിൽ വിട്ട ശേഷം പ്രിയ എന്നെ വിളിച്ചിട്ടില്ല. ഇത് സത്യം സത്യം സത്യം. സേനാപതി, അയ്യോ അയ്യോ അയ്യോ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. പ്രിയ എവിടാണെന്ന് എനിക്കറിയില്ല. അയ്യോ, അർജുൻ, നീയായിരുന്നോ? അർജുൻ, നീ ചെയ്യുന്നത് വലിയ പാതകമാ. എന്നെ അഴിച്ചുവിടാൻ പറ പ്ലീസ്. താനിനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോവില്ല. എന്റെ വീട്ടിൽ ഗുണ്ടകളെയും സാക്ഷിയും കയറ്റിവിട്ട നീ ഞങ്ങളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ച താൻ ഇനി ജീവിച്ചിരിക്കണ്ട. തന്നെ കൊന്ന ആ കൊലപാതക കുറ്റം സേനാപതിയുടെ തലയെ കൊണ്ടുവയ്ക്കാനായിട്ട് എനിക്കറിയാം. അയ്യോ അർജുൻ, പ്ലീസ്, നമ്മളൊക്കെ ബന്ധുക്കളല്ലേ അർജുൻ. എന്നോട് ഈ ചെയ്തത് ശരിയാണോ അർജുൻ? തന്നോട് ഞാൻ പൂജയ്ക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? ഞങ്ങളെ ഇല്ലാതാക്കാൻ കൂട്ടു നിൽക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? തന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ അരുണിമാന്റെയും പൂജയും കൊല്ലാൻ താൻ സാക്ഷിക്ക് കൂട്ടുനിന്നു അല്ലേ? എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എല്ലാം പ്രിയയുടെ പദ്ധതിയായിരുന്നു. സാക്ഷി പ്രിയയോട് സംസാരിക്കണമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാ ഞാൻ സാക്ഷിയെ പ്രിയയുടെ അടുത്തെത്തിച്ചത്. താൻ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ചോദ്യം കൂടി. പ്രിയ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ അവളുടെ ഡ്രസ് ആരാ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചത്? പറയണോ, ആരാ ഈ പദ്ധതിയുടെ പിന്നിലെന്ന്? അത് സേനാപതിയുടെ പ്ലാനായിരുന്നു. പ്രിയയെ കണ്ടെത്തേണ്ടത് അയാളുടെ ആവശ്യമായിരുന്നു. പ്രിയയെ അയാളും അന്വേഷിക്കുന്നുണ്ട്. അവള് പുറത്തു വരാൻ വേണ്ടിയാ അയാളത് ചെയ്തത്. പ്രിയപ്പെടുമെന്ന് തനിക്കറിയാം. താനത് ഇനിയും പറയാതിരുന്നാൽ താൻ ഈ ലോകത്തുണ്ടാവില്ല. അയ്യോ, കാരണം
പ്രിയെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് പൂജയെ പുറത്തിറക്കാൻ പറ്റൂ. താനാണ് പ്രിയെ സഹായിക്കുന്നെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. തന്റെ നാവിൽ നിന്ന് ആ രഹസ്യം പുറത്തു വരും. എനിക്കറിയില്ല അർജുൻ. അവള് വേറെ ഏതോ നമ്പറിൽ നിന്നാ എന്നെ വിളിച്ചത്. അവക്ക് ആവശ്യമുള്ളപ്പോ വിളിക്കും. ആ ഓക്കെ. അപ്പോ തന്റെ ഫോണിലായിരിക്കുമല്ലോ വിളിക്കുന്നത്. ആ ജോർജ് കുട്ടി, താനേ ഇയാളെ പ്രിയ വിളിച്ച നമ്പറിലേക്കൊന്നും ഡയൽ ചെയ്യ്. അവളെ എവിടെ വരണമെന്ന് ഇയാളെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. ഇയാള് പറയുന്നിടത്ത് അവൾ എന്തായാലും തീർച്ചയായിട്ടും വരും. ഇനി ഞാൻ പറയുന്നത് പോലെ താനങ്ങ് സംസാരിച്ച്. സാറേ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ആവശ്യമുള്ളപ്പോഴേ അവൾ ഫോൺ ഓൺ ചെയ്യൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാടോ. ആ നമ്പറിലേക്ക് ഉടനെ കാണണമെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് ഇങ്ങോട്ട്. അവൾ ഓൺ ചെയ്യുമ്പോ കാണുമല്ലോ, അപ്പൊ തിരിച്ചു വിളിക്കാതിരിക്കില്ലല്ലോ. അതുവരെ ജോർജ് കുട്ടി അമീറും ഇവിടെ തന്നെ കാണണം. അവള് തിരിച്ചു വിളിക്കുന്നത് വരെ ഇയാൾ ഇവിടെ കിടക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? ദാഹിക്കുന്നു. അയ്യോ പാവം. ഒരുപാട് പേരെ വെള്ളം കുടിപ്പിച്ചല്ലേ, കുറച്ചുകൂടെ ദാഹിക്കട്ടെ. കുറച്ച് വെള്ളം താ, കുറച്ച് വെള്ളം താ. നന്നായിട്ട് ദാഹിക്കട്ടെ. ജ്യൂസ്. എന്താ ആലോചിച്ചിരിക്കുന്നത്? വീട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്നേ. നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കൊലക്കേസിലെ പ്രതികളായനെയല്ലേ? ആ വീട്ടിലുള്ളവരെ നീ അങ്ങനെ വിചാരിച്ചിട്ടുള്ള? അയ്യോ, ഞാൻ അഖിലിന്റെ വീട്ടുകാരെ കുറിച്ചല്ല പറഞ്ഞത്. അവരാരും ഇങ്ങനൊരു കൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് അവരോടുള്ളത് പ്രിയെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ എന്ന ദേഷ്യം മാത്രമാ. എത്ര പേരുടെ ജീവിതം അവള് കാരണം നാശമായത്. ആദ്യം സാക്ഷിയെ കൊന്നു എന്ന പേരിൽ അരുണിമാൻഡി, ഇപ്പൊ ദേ പ്രിയ മരിച്ചു എന്ന പേരിൽ പൂജേച്ചി. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, പൂജേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു താൻ വിചാരിക്കുന്നുണ്ടോ? പൂജേച്ചി മാത്രമല്ല, അരുണിമാൻഡി അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് നമുക്ക് മാത്രമല്ലേ അറിയൂ. കോടതിയുടെ മുന്നിൽ തെളിവുകളല്ലേ പ്രധാനം. പൂജേച്ചിക്ക് വേണ്ടി അർജുൻ സാറും വാദിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതല്ലേ. ഞാൻ അർജുനേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? ആകെ വിഷമിച്ചിരിക്കായിരിക്കും അല്ലേ? വിഷമമുണ്ട്. പക്ഷെ പൂജേച്ചി അധികം നാളെ അകത്ത് കിടക്കത്തില്ല എന്ന് പറഞ്ഞു. ചേട്ടന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അത് വർക്കൗട്ട് ആക്കി എടുക്കാൻ സമയം വൈകുന്നതിന്റെ ചില വിഷമങ്ങളൊക്കെ ഉള്ളൂ. എന്താ മോളെ വീൽ ചെയറൊക്കെ? കനവച്ചൊന്ന് വന്നേ. ഒന്ന് പിടിച്ചേ. എന്താ ഇത്? എന്ത് പറ്റി? നിൽക്കുന്നുണ്ടല്ലോ മുന്നില്, ചോദിച്ചോക്ക്. എങ്ങനെ ഇവളെ ഈ അവസ്ഥയിലാക്കിയെന്ന് ദേ ഇവനാ പറയേണ്ടത്. കോടതി പറഞ്ഞ കാര്യമൊക്കെ മധുവാന്റി കേട്ടതാണല്ലോ.
തൽക്കാലം ഇവിടെ അകത്തേക്ക് കൊണ്ടുവന്ന് നോക്കണം. പ്രിയെ ഞങ്ങൾ തപ്പിയെടുക്കുമായിരുന്നു അമ്മേ. കിട്ടിയപ്പോ പക്ഷെ ഈ പരുവത്തിലായി പോയിന്ന് മാത്രം. എടാ മോനെ, അമ്മ എവിടെ? അതോട് പറഞ്ഞു കൊടുക്കണം. അർജുൻ, അമ്മ എവിടെ? നിന്റെ കൂടെ വന്നില്ലേ? കോടതിയിൽ നിന്ന് അമ്മ ഇങ്ങോട്ട് പോയി. അമ്മ എല്ലാരും കൂടി ജയിലിൽ അടച്ചു. എന്താ മതിയായോ? ഞങ്ങളുടെ അനുക്കുട്ടിയെ ഈ പരുവത്തിലാക്കി. അമ്മ ജയിലിലടക്കേ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? എന്താ വിശ്വാസം വന്നില്ലേ? അത് മകനോടും മരുമകളോടും ചോദിച്ച് ഉറപ്പിച്ചേരെ. എന്താ അമ്മേ, കോടതിയോട് കള്ളം പറഞ്ഞ് പൂജയെ കേസിൽ കൊടുക്കാൻ നോക്കിയതിന് അച്ഛമ്മയെ 3 ദിവസത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുക. അയ്യോ ദൈവമേ, അമ്മ ജയിലിലടച്ചെന്നോ? നിങ്ങളും അതിന് കൂട്ടുനിന്നോ? പൂജയ്ക്ക് പരാതി ഉണ്ടോന്ന് കോടതി ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞതാ അമ്മേ. മാപ്പ് എഴുതി കൊടുത്ത് തിരിച്ചു പോരാൻ അച്ഛമ്മയും കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണ്ടെന്നായിരുന്നു അച്ഛമ്മയുടെ പക്ഷം. അവസാനം കോടതി 3 ദിവസത്തേക്ക് ശിക്ഷിച്ചു. എടാ, അച്ഛമ്മയ്ക്ക് വേണ്ടിട്ട് നിനക്കൊന്ന് വാദിച്ചൂടായിരുന്നു അർജുൻ? ശിക്ഷിക്കരുതെന്ന് പറയായിരുന്നില്ലേ? അമ്മേ, കോടതിക്ക് കോടതിയുടേതായ രീതികളുണ്ട്. അവിടെ നമുക്ക് കയറി എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ 3 ദിവസത്തേക്കായാലും അമ്മയെ ജയിലിലേക്ക് അയക്കാൻ വിട്ടത് തെറ്റായിപ്പോയി അർജുൻ. ഇതിപ്പോ അരുണിമയും അമ്മയും ജയിലിലായില്ലേ? അരുണിമാന്റെയും നമ്മളാരും ജയിലിലാക്കിയതല്ലോ അച്ഛാ. അരുണിമാന്റെയും എത്രയും വേഗം പുറത്തിറക്കാൻ പറ്റും നമുക്ക്. പക്ഷേ അച്ഛമ്മ ഇങ്ങനെ വാശി കാണിക്കേണ്ട കാര്യമുണ്ടോ? പൂജയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം. അതിന് പ്രിയെ കൊല്ലപ്പെട്ടുവെന്ന് അച്ഛമ്മ കോടതിയിൽ നുണ പറഞ്ഞു. കാരണം പൂജയാണെന്ന് സംശയിക്കുന്നുവെന്ന് സാക്ഷി പറഞ്ഞു. നേരിൽ കണ്ടുവെന്ന് മൊഴിയും കൊടുത്തു. അതാണ് സംഭവിച്ചത്. എന്നാലും കോടതിയിൽ മാപ്പെഴുതി കൊടുത്ത് പോരാൻ കഴിയുമായിരുന്നു അച്ഛമ്മയ്ക്ക്. ഞാനും പൂജയും അച്ഛമ്മയോട് മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞതാ. പക്ഷേ മധുവാന്റെ കൂടി അച്ഛമ്മയെ പിരികേറ്റി. ആ അതാടാ, ഞാൻ പിരിയേറ്റിയ തന്നെയാ. അമ്മയുടെ ആത്മാഭിമാനം മറ്റെന്തിനേക്കാളും വലുതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത് ജയിലിൽ പോയി കിടന്നോളെ. എന്താ തെറ്റ്? മധു, അതെ ആനന്ദേട്ടാ, ഞാനാ പറഞ്ഞത്. ഇപ്പോഴും അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അസുഖമുള്ള ആളല്ലേ മധു? 3 നേരം മരുന്ന് മുടങ്ങാതെ കഴിക്കേണ്ടതല്ലേ? അതെങ്കിലും ഒന്ന് ഓർത്തൂടായിരുന്നു. ഓ എന്തൊരു സ്നേഹം! അതിപ്പോഴല്ല കാണിക്കേണ്ടിയിരുന്നത്. മകനെ ഈ പണി ഏൽപ്പിച്ച് പറഞ്ഞു വിടുമ്പോ മാധുരി ചേച്ചി ഓർക്കണായിരുന്നു. മധു, മാധുരി അമ്മയ്ക്കെതിരെ എന്ത് പറഞ്ഞെന്നാണ് നീ പറയുന്നത്? നിങ്ങളൊക്കെ കൂടിയാ അമ്മ ഇങ്ങനെ ആക്കിയത്. കുറെ നാളായി ഞാനും ശ്രദ്ധിക്കുന്നു. എന്തു പറയുമ്പോഴും മാധുരിയുടെ നേരെയുള്ള നിന്റെ മുള്ളു വെച്ച വാക്കുകൾ. ഇന്ന് അമ്മ ആരോഗ്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മാധുരി കാരണമാ, അല്ലാതെ വേറെ ആരുമല്ല. അത് നിനക്ക് ഓർമ്മ വേണം. കഴിഞ്ഞ 28 കൊല്ലമായി നീ എപ്പോഴാ അമ്മയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുള്ളത്? ഓഹോ, ഇപ്പൊ ആനന്ദേട്ടൻ എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിന്റെ കണക്കെടുക്കാനും തുടങ്ങിയല്ലേ? എന്ന് മുതലാ ഭാര്യയ്ക്ക് വേണ്ടി ആനന്ദേട്ടൻ വക്കാലത്ത് പറയാൻ തുടങ്ങിയത്? മധു, നീ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ട ഞാനല്ല ആനന്ദേട്ടാ, നിങ്ങളൊക്കെ തന്നെയാ. അതും എന്നെയല്ല, ഈ നിൽക്കുന്നവളില്ലേ പൂജ. ഇവൾ എന്ന് ഈ വീട്ടിൽ കയറി വന്നോ അന്നു മുതലാ ഈ വീടിന്റെ നാശം തുടങ്ങിയത്. ഇവള് കാരണോ അമ്മ ജയിലിലായത്. ഇപ്പൊ അങ്ങനൊന്നും പറയല്ലേ മധു. ഈ 3 ദിവസം കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമെന്ന എന്റെ പേടി. ഓ, മാധുരി ചേച്ചിയുടെ അഭിനയം ഇനിയെങ്കിലും ഒന്ന് നിർത്ത്. മധു, ഈ വീടിനെ 2 മാറ്റിയത് ഞാനോ അമ്മ അല്ല ആനന്ദേട്ടാ. അതിവിടെ വന്നു കയറിയ 2 മരുമക്കളും കൂടിയിട്ടാ. പൂജ വന്നു കയറിയതോടെ മാധുരി ചേച്ചി അവൾ ഒറ്റക്കെട്ടായി. ഞങ്ങളെ എങ്ങനെ തുരത്താന്നായി പിന്നത്തെ ആലോചന. പൂജയുടെ പാവാട ചരടിൽ കെട്ടിയിട്ടിരുന്ന അർജുൻ അതിനു വേണ്ടി അടിമ പണികളെല്ലാം ചെയ്തു. പക്ഷെ ആ കുരുക്കിൽ ആനന്ദേട്ടം പെട്ടു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഭാര്യയും മരുമോളും കൂടി ചെയ്യുന്ന എല്ലാം ന്യായീകരിക്കുന്ന ഒരു പെൺകോന്തനാവല്ലേ ആനന്ദേട്ടാ?
ഇനി ഒരു വാക്ക് നീ മിണ്ടിയാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. ഈ കുടുംബത്തിൽ ഇന്നൊരു വിഷവൃക്ഷം ഉണ്ടെങ്കിൽ അത് നീയാ. കുറെ ഞാൻ കണ്ടില്ല നടിച്ചു. പക്ഷേ പുരയ്ക്ക് മീതെ ആ വിഷവൃക്ഷത്തിന്റെ കൊമ്പ് ചാഞ്ഞാൽ അത് വെട്ടിക്കളയാനും ആനന്ദിനറിയാം. അത് നീ മറക്കണ്ട. അച്ഛമ്മയുടെ മരുന്നുകളും മറ്റും ജയിലിലെത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ആടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അരുമാൻറ്റി ഉണ്ടല്ലോ അവിടെ. അച്ഛമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. കനേജി, എന്താ അർജുൻ മോനെ? പ്രിയ അകത്തേക്ക് കൊണ്ടേക്കൂ. അമ്മേ, അച്ഛനിപ്പോ ചെയ്ത് കുറെ കാലം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ അതുവന്റെ ഇത്രയും മോശമാവില്ലായിരുന്നു. അമ്മേ മധു, മധു, എനിക്കറിയാം നീ അമ്മയെ ഓർത്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പാവം എങ്ങനെ കഴിഞ്ഞിരുന്ന സ്ത്രീയാ. ജയിലിലെ മൂട്ടയും കൊതുവും കൂടി ഇന്ന് ആ പാവത്തിനെ ഒരു പരുവാക്കി കളയും. പുറത്തവറ്റകളുടെ കടിയുടെ ചൊറിച്ചിൽ, ഉള്ളില് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കിടക്കേണ്ടി വന്നതിന്റെ വിഷമവും വേദനയും. ഓ, ഈ രാത്രി ഒന്ന് വെളുപ്പിക്കാൻ നിന്റെ അമ്മ പെടാപ്പാട് പെടേണ്ടി വരും. അയ്യോ മധു, കരയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കരയാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണും. നീയേ ഈ ഇരിക്കുന്ന ഗ്ലാസ് ഒന്ന് കഴിയെടുത്തേ. ദേഷ്യം പിടിപ്പിക്കാതെ ഗ്ലാസ് കഴിയെടുക്കും മധു. കഴിയെടുക്കണി. ഇനി ആ വെള്ളം എടുത്തോണ്ട് വാ. ഡിയോ, വെള്ളം എടുത്തോണ്ട് വരാൻ. ദാ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേ. ഈ വെള്ളം ഒഴിക്കാനാ പറഞ്ഞേ.